മഴത്തോട് മുമ്പിൽ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അവതക്കുട്ടിച്ചായനാണെങ്കിൽ നമ്മൾ സ്റ്റാലിനടുത്ത് പറയുന്നുണ്ട് കേട്ടോ. മോനെ നീ എന്തായാലും ആര് പറയുന്നത് നീ കേൾക്കണ്ട. നിനക്ക് ശരിയായത് നീ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. നിൻ്റെ കൂടെ എന്തായാലും എല്ലാ സപ്പോർട്ടിനും ഞാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഓഹോ അത് ആരാ പറയുന്നത്? സഭകളുടെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും ഒക്കെ അഭിമാനവും കാര്യങ്ങളൊക്കെ നോക്കുന്ന എൻ്റെ അപ്പച്ചൻ തന്നെയാണോ ഇത് പറയുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, അതേടാ ഞാൻ തന്നെ പറയുന്നത് എൻ്റെ ചിന്നമ്മയെ തിരിച്ച് കിട്ടിയത് പോലായി എനിക്കിപ്പോൾ എൻ്റെ അലീല മോള് തിരിച്ച് വന്നപ്പോഴെന്നൊക്കെ നമ്മൾ ആ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്. റീതാമ്മ എൻ്റെ ജീവിതം എന്തായാലും ഈ നിലയിൽ എത്തിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്തായാലും അവർ ഇതിനുള്ള ഓരോ പ്രശ്നങ്ങളും അവരുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനാണെങ്കിൽ എലിസമ്മയെ ഒന്ന് കാണണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എന്നാൽ മോനൊരു കാര്യം ചെയ്യും, നീ എന്തായാലും പോകുന്ന സമയത്ത് നമ്മൾ അലീനയും കൂടെ കൂട്ടിക്കൊണ്ട് പോകും, അവൾക്കാകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ അറിയാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റാലി പറയുന്നുണ്ട്, അതെന്തായാലും എലിസമ്മയുടെ നടക്കത്തില്ല അപ്പച്ചാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ സ്റ്റാൻലി ആണെങ്കിൽ എന്തായാലും നമ്മൾ എലിസമ്മയെ കാണാൻ വേണ്ടി തന്നെ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ എലിസമ്മ എവിടെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു ധ്യാനത്തിന് പോയതാണെന്നൊക്കെ അറിഞ്ഞിട്ട് എന്തായാലും ആ പള്ളിയിൽ തന്നെ പോയി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാലി ആണെങ്കിൽ തീരുമാനിച്ച് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാലി ആണെങ്കിൽ എലിസമ്മയെ കാണുന്ന ആ ഒരു നിമിഷമാണെങ്കിൽ നമ്മൾ എലിസമ്മയ്ക്കാണെങ്കിൽ സ്റ്റാലിയെ കാണുന്ന സമയത്ത് എലിസമ്മയുടെ കണ്ണിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാലിയുടെ അടുത്ത് തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റാലി ആണെങ്കിൽ നമ്മൾ എലിസമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയുന്ന സമയത്ത് നമ്മൾ എലിസമ്മ പറയുന്നത്, എനിക്കൊന്നും സംസാരിക്കാനില്ല, എൻ്റെ അടുത്താണെങ്കിൽ എല്ലാ കാര്യങ്ങളും റീതാമ്മ ചേച്ചിയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി ഇതിനെക്കുറിച്ചൊന്നും പറയാനൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റാലി ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ലായിരുന്നു എലിസമ്മ നിന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു മോളുണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ഒരു മോളുണ്ടായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ കല്യാണം കഴിച്ച് നിൻ്റെ ജീവിതം ഞാൻ ഇല്ലാതാക്കത്തില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ എലിസമ്മ പറയുന്നുണ്ട്, അതൊക്കെ ചിലപ്പം ഓരോരുത്തർക്ക് ഓരോ മനുഷ്യർക്ക് തെറ്റ് പറ്റിയൊക്കെ ചെയ്യും, അതിനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ എന്നെയും എൻ്റെ മക്കളെയും കൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്തുന്ന ഒരു അവസ്ഥയായി പോയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാനും എൻ്റെ മക്കളും നാണം കെടത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻലിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്താൽ പോരായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇപ്പം സ്റ്റാൻലിയുടെ കൂടെ നിർത്തേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ എൻ്റെ മോളെ അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും റീതാമ്മ എനിക്ക് വേണ്ടി ഇത്രയെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, എൻ്റെ ഭർത്താവാണെങ്കിൽ എന്നെ ചതിക്കുന്ന സമയത്ത് എൻ്റെ റീതാമ്മ ചേച്ചിയെങ്കിലും എനിക്ക് വേണ്ടി അതിന് പ്രതികരിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അലീനെ ആണെങ്കിൽ അങ്ങോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ എലിസമ്മ ആണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട്. കാര്യം സ്റ്റാൻലിയുടെ അമ്മയെ കണക്ക് തന്നെ നമ്മൾ അലീനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സ്റ്റാലി പറയുന്നുണ്ട്, ഇതാണ് എലിസമ്മ എൻ്റെ മകളെന്ന് പറയുന്നുണ്ട്. അപ്പം ഇവളെ കണ്ടപ്പോൾ തന്നെ നീ പെട്ടെന്ന് ഷോക്കായതൊക്കെ ഞാൻ നിൻ്റെ കണ്ണുകളിൽ ശ്രദ്ധിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. നിനക്ക് പരിചയമുള്ള മുഖം തന്നെ ആണല്ലോ, എൻ്റെ അമ്മച്ചിയുടെ അതേ മുഖമാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അലീനെ ഇറക്കി വിടാൻ വേണ്ടി വന്ന എൻ്റെ അപ്പച്ചൻ തന്നെ അലീനയെ കണ്ടതോടെ ആകെ ഷോക്കായിട്ട് എൻ്റെ അമ്മച്ചിയുടെ ആ ഒരു മുഖച്ഛായയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പം അപ്പച്ചനിക്ക് തന്നെ അലീനയെ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിനക്കും എന്തായാലും അലീനയെ ഇഷ്ടപ്പെടും, ആരും ഇഷ്ടപ്പെടുന്നൊരു സ്വഭാവമാണെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ എൽസമ്മ പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഇവളെ എനിക്ക് ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇവളെൻ്റെ ശത്രുവാണെന്നൊക്കെ പറയുന്നുണ്ട്, എൻ്റെ മക്കളെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി വന്ന് കയറിയതാന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അങ്ങനെ അലീന വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, ഞാനായിട്ട് അലീനയെ കണ്ട് എൻ്റെ അമ്മച്ചിയുടെ അതേ രൂപവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനായിട്ട് തന്നെ അലീനയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എലിസമ്മ പറയുന്നുണ്ട്, സ്റ്റാൻലിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്നെങ്കിൽ പോകാമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ എലിസമ്മ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ റീതാമ്മ ആണെങ്കിൽ എൻ്റെ മക്കളെ സേഫ് ആവാൻ വേണ്ടിയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എൻ്റെ റീതാമ്മ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങളെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി എൻ്റെ റീതാമ്മ ചേച്ചി ചെയ്യത്തുള്ളൂ, അപ്പോൾ അതിന് എന്ത് സപ്പോർട്ടിനും വേണ്ടി ഞാനും എൻ്റെ മക്കളും കൂടെ റീതാമ്മ ചേച്ചിയുടെ കൂടെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മളെ സ്റ്റാൻലി പറയുന്നുണ്ട്, അത് ശരിയാണ്, നിൻ്റെ റീതാമ്മ ചേച്ചിയാണെങ്കിൽ നമ്മളെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി തന്നെ ആണല്ലോ അവർ നോക്കിയത്, അത് എനിക്കറിയാമല്ലോ, അവർക്കാണെങ്കിൽ എൻ്റെ കയ്യിലെ കാശ് മാത്രമാണ് അവർക്ക് ആവശ്യം, അല്ലാതെ നീ ഒരു നല്ലൊരു ജീവിതം ജീവിക്കണമെന്നൊന്നും അവർക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറയുന്നത്, അത് നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണല്ലോ ഇപ്പം നമ്മൾ രണ്ടിടത്ത് നിന്ന് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്, നീ ഇങ്ങനെ ധ്യാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നീ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് നല്ലതുപോലെ ആലോചിച്ചിട്ട് നിനക്ക് തിരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ നീ തിരിച്ച് വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാലിൻ ആണെങ്കിൽ അലീനയെ വിളിച്ചുകൊണ്ട് തിരിച്ച് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.